അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കേട്ട ദൈവവചനമായാലും മതി. ധ്യാനിക്കുക. ദൈവവചനം ധ്യാനിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഓ, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ദൈവവചനം ധ്യാനിക്കുക. അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും, ബുദ്ധിയിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും, ഹൃദയത്തിൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത്. വളരെ മൂർച്ചയാണ് അതിന്. തുളച്ച് കയറും, ഉള്ളിലേക്ക് തുളച്ച് കയറി ഹൃദയത്തിൻ്റെ വിചാരം, ഹൃദയത്തിൽ എന്താ വിചാരിക്കണേ മനസ്സിലാക്കും. ഹൃദയത്തിൻ്റെ നിയോഗം എന്താ, ഹൃദയത്തിലെ ഉദ്ദേശ്യം, ശരിക്കും എന്താ ഉദ്ദേശിക്കണേ, അതൊക്കെ മനസ്സിലാക്കും. നമുക്ക് നമ്മുടെ ചിന്തകളെ